ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര നിയമനം നടന്നു, പുതിയ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് നോക്കാം. നമുക്ക് വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 499ഉം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അത് 143 പേരുമാണ്. അങ്ങനെ ആകെ 642 പേരാണ് വിവിധ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ഇടുക്കി ജില്ലയിലാണ് 143, എന്നാൽ ഏറ്റവും കുറവ് വരുന്നത് കോട്ടയം ജില്ലയിലാണ്, വെറും 14 പേര്. 221 ഒഴിവ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഒഴിവ് പാലക്കാട് ജില്ലയിലാണ്, 45 ഒഴിവായി. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിൽ 3 റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ നിയമന ശുപാർശ തയ്യാറാകും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ 780 പേർക്ക് നിയമന ശുപാർശ അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒഴിവുകൾ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ പല ജില്ലകളിലും ഉദ്യോഗാർത്ഥികളെ കുറച്ചിട്ടുണ്ട്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയുടെ എണ്ണം പരിഗണിക്കാതെ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ചില ജില്ലകളുടെ ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 97 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. ഇത്തവണ ലിസ്റ്റിൽ 49 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് ജില്ലയിലെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 143 പേർക്ക് ശുപാർശ ലഭിച്ചെങ്കിലും പുതിയ ലിസ്റ്റിൽ 65 പേരെയുള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെല്ലാം മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ചവരേക്കാൾ കുറവാണ് പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവരുടെ എണ്ണം. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ ഒന്ന് നോക്കാം, വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റിൽ 25ഉം സപ്ലിയിൽ 10 പേരും, അങ്ങനെ ആകെ 35. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് ഇപ്പോൾ 20 ഉണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിയമന ശുപാർശ 25 ഇനി കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിൽ 15, സപ്ലിമെൻ്ററിയിൽ 7, ആകെ 22 പേര്, ഒഴിവ് 9 പേര്. കഴിഞ്ഞ ലിസ്റ്റിൽ 19 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലേക്ക് നോക്കുമ്പോൾ 41 മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററിയിൽ 8 പേര്, അങ്ങനെ ആകെ 49. അവിടുത്തെ ഒഴിവ് 20. കഴിഞ്ഞ ലിസ്റ്റിൽ 97 നിയമനം നടന്നിട്ടുണ്ട് പത്തനംതിട്ടയിൽ. കോട്ടയത്ത് വരുമ്പോൾ 7 പേരാണ് മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററിയിൽ 7 പേര്, അങ്ങനെ ആകെ 14 പേര്, ഒഴിവ് 4 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുൻ ലിസ്റ്റിൽ നിന്ന് 15 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഇടുക്കിയിൽ വരുമ്പോൾ 119 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, സപ്ലിമെൻ്ററിയിൽ 24, അങ്ങനെ ആകെ 143, ഒഴിവ് 43. മുൻ ലിസ്റ്റിൽ നിന്നും പോയ ശുപാർശ 159. എറണാകുളം ജില്ലയിൽ 65 പേര് മെയിൻ ലിസ്റ്റിൽ, 11 സപ്ലിമെൻ്ററി, അങ്ങനെ ആകെ 76, ഒഴിവ് 13. എറണാകുളം ജില്ലയിലെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 53 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 22 മെയിന്, 10 പേര് സപ്ലിമെൻ്ററിയിൽ, 32 ആകെ, അങ്ങനെ ഒഴിവ് 9 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 53 തൃശ്ശൂരിൽ നിയമന ശുപാർശ പോയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 79 പേര് മെയിൻ ലിസ്റ്റിലും, 18 പേര് സപ്ലിമെൻ്ററിയിലും, അങ്ങനെ ആകെ 97 പേര്. 45 ഒഴിവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 126 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. മലപ്പുറത്ത് 16 പേരാണ് മെയിൻ ലിസ്റ്റിൽ, 10 പേര് സപ്ലിയിൽ, അങ്ങനെ ആകെ 26, ഇപ്പോൾ ഒഴിവ് 22. മുൻ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള നിയമന ശുപാർശ 19. കോഴിക്കോട് ജില്ലയിൽ 23 പേര് മെയിൻ ലിസ്റ്റിൽ, 5 പേര് സപ്ലിമെൻ്ററിയിൽ, ആകെ 28. ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ 23. അങ്ങനെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പോയിട്ടുള്ള ആളുകളുടെ നിയമന ശുപാർശ 29. വയനാട്ടിൽ 54 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 11 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്, അങ്ങനെ ആകെ 65 പേര്. ഇപ്പോൾ നിലവിൽ ഒഴിവ് 4. കഴിഞ്ഞ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശകൾ 143 പേര്. കണ്ണൂർ 23 മെയിൻ ലിസ്റ്റിലുണ്ട്, സപ്ലിമെൻ്ററിയിൽ 8 പേര്, അങ്ങനെ ആകെ 31, ഒഴിവ് 6. മുൻ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ പോയത് 27. കാസർഗോഡ് 10 മെയിൻ ലിസ്റ്റിൽ, 14 സപ്ലിമെൻ്ററിയിൽ, ആകെ 24, ഒഴിവ് ഇപ്പോൾ 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ ലിസ്റ്റിൽ നിന്നും പോയിട്ടുള്ള നിയമന ശുപാർശ 15. ഇനി നമുക്ക് ആകെ നോക്കുമ്പോൾ മെയിൻ ലിസ്റ്റിൽ 499ഉം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 143 പേരും, അങ്ങനെ ആകെ 642 പേര്. നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ 221. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും മൊത്തത്തിൽ പോയ നിയമന ശുപാർശ 780. അപ്പോൾ ഈ ഒരു വിവരമാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതേപോലുള്ള PSC അപ്ഡേറ്റുകൾ വേഗം അറിയാൻ നമ്മുടെ കൂടെ കൂടുമല്ലോ. താങ്ക്